I'm from the UK. You can guess his age. 73. Yes. Hello. Welcome back to our YouTube channel. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏകദേശം ഒരു 1 മന്തിന് ശേഷം നമ്മളിത് അടുത്തൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്ലേസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഗോവയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ, ഗോവൻ ട്രിപ്പ്. അങ്ങനെ നമ്മൾ ഗോവയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഗോവയിൽ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് കേട്ടോ, അപ്പാർട്ട്മെൻറ്റാണിത്. ആവേ മരി എവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. ഞാൻ ഇത്രയും ബിൽഡപ്പൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുറേ നാളത്തെ എൻ്റെ ഒരു പ്ലാനിങ് ആണ്, എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ തീരുമാനിച്ചൊരു ട്രിപ്പാണ് ഗോവൻ ട്രിപ്പ് എന്നാണ്. അല്ല, ഞാനും മമ്മിയും പപ്പയും ആമുട്ടൻ്റെ കാര്യം എനിക്കറിയില്ല. ഞങ്ങൾ 3 ആളും വിചാരിച്ചത് ട്രിവാൻഡ്രത്തേക്ക് ഒരു 2 days സ്റ്റേ ചെയ്യാൻ പോകാൻ എന്നുള്ളതായിരുന്നു. പകുതി എത്തിയ സമയത്താണ് ജോബിൻ ചേട്ടനും പിക്കും ആ സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഗോവയ്ക്കാണ് പോകുന്നത്. ഗോവയ്ക്കാന്ന് വീട്ടിൽ ചെറിയൊരു ഡിസ്കഷൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു കാറിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇത്രയും ദൂരെ ഇരിക്കണേന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി, ഓക്കെ, വേണ്ട. അവരൊരുപാട് ഗോവ പറഞ്ഞെങ്കിലും ഞങ്ങൾ അവസാനം ട്രിവാൻഡ്രം തന്നെ തീരുമാനിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഏകദേശം കാസർഗോഡ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ച് ബാക്കി പെട്രോളും കൂടി അയച്ച് ടോയ്ലറ്റിലൊക്കെ പോയി നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരുപാട് ജില്ലകളും അതുപോലെ സ്റ്റേറ്റുകളും കടന്നാണ് നമ്മുടെ ഗോവയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ. ഞാനും മമ്മിയും പപ്പയൊക്കെ അടിപൊളിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോബിൻ ചേട്ടനും പിക്കുമായിരുന്നു മാറി മാറി ഡ്രൈവ് ചെയ്ത്. അതോടെ തന്നെ ഞങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പുഴയാണ് ഗംഗാവലി പുഴ. ഇത് നിങ്ങൾക്ക് ഞാൻ ഒരിക്കലെങ്കിലും പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഗംഗാവലി പുഴ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. കാരണം കുറച്ച് നാൾ മുമ്പ് അർജുൻ എന്ന് പറഞ്ഞ ഒരാളുടെ ട്രക്കിൻ്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗംഗാവലി പുഴയിൽ ആൾ അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരോടും ചോദിച്ചു ആ സ്ഥലം ഏതാണ്. ഫൈനലി ആ സ്ഥലം കണ്ടു കേട്ടോ. ഈ വഴിയിൽ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ മണ്ണിൻ്റെ കാണുമ്പോൾ നമുക്ക് അതാണ് ഇതാണോ എന്ന് തോന്നും. ലാസ്റ്റാണ് നമുക്ക് മനസ്സിലായത് ഇതായിരുന്നു സ്ഥലം. ഇതാണ് ഈ ഗംഗാവലി പുഴ. ഇവിടെയാണ് ട്രക്കിലിരുന്നവർ ട്രക്ക് ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടന്ന ആ ഒരു സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വഴി ശരിക്കും ഡേഞ്ചറാണ്. റോഡ് നല്ല ക്ലിയർ ആണെങ്കിലും ചുറ്റും വലിയ മലകളാണ് മണ്ണിൻ്റെ. മഴക്കാലമൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ ഇതിലുള്ള യാത്ര. പിന്നെ ഒരുപാട് ട്രക്കുകളും കേരളത്തിലേക്കൊക്കെ പോണ കുറേ വണ്ടികൾ നമുക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം നോക്കി. ഇപ്പോൾ പുഴയിൽ വലിയ വെള്ളമൊന്നുമില്ല. ആ സമയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. ഇതാണ് കറക്റ്റ് പറഞ്ഞ ആ സ്പോട്ട്. മണ്ണിടിഞ്ഞ് അങ്ങനെ സംഭവിച്ച ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ഇപ്പോൾ ആ സംഭവത്തിന് ശേഷം ഏകദേശം അവർ മണ്ണൊക്കെ അവിടെ ലെവലാക്കിയിട്ടുണ്ട്. ഈ വഴിയിൽ കുറേ സ്ഥലങ്ങളിൽ അവർ ലെവലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തുടർന്ന് നമ്മുടെ യാത്ര പോവുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ദൂരം. ഇപ്പോൾ നമ്മൾ കർണാടക എത്തി. കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഗോവയിലേക്ക് എത്തുക. അങ്ങനെ ഏകദേശം ഒരു 16-17 മണിക്കൂർ കഴിഞ്ഞാലാണ് നമ്മൾ ഗോവയിലേക്ക് എത്തുക കേട്ടോ. അപ്പോൾ എത്താറായപ്പോഴത്തേക്കും നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് റൂം എടുക്കാന്നൊരു പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരുന്നത്. 2.5 മണിക്കൂറും കൂടി ഉണ്ട് ഗോവയ്ക്ക്. 600 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. ഇപ്പൊ നമ്മുടെ അർജുൻ ആക്സിഡന്റിൽ മരിച്ചില്ലേ, മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് വണ്ടി വീണ് ആ ഒരു സ്പോട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ അവിടെ നിർത്തി കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 2.5 മണിക്കൂറിലൂടെ ഏകദേശം 105 കിലോമീറ്റർ. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള 2 തുരങ്കങ്ങൾ, ഒന്നാണ് കുതിരാൻ്റെ തുരങ്കം, ഇത് 2ാമത്തെ തുരങ്കമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കുതിരാൻ ടണലിൻ്റെ അത്രയൊന്നും വലിപ്പമില്ലെങ്കിലും ചെറിയ 2 തുരങ്കങ്ങളാണ്. ആദ്യത്തെ ഒരു തുരങ്കം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ചെറിയ തുരങ്കം. കുതിരാൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ലെങ്കിലും തുരങ്കത്തിൽ കൂടെയാണ് നമ്മുടെ ഈ യാത്ര. തുരങ്കം കടന്നിട്ട് വേണം നമ്മുടെ ഗോവയിലേക്ക് എത്താനായിട്ട്. നിങ്ങൾ ഗോവയിലേക്ക് വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്നതായിരിക്കും കൂടുതൽ ഈസി. കാറിലാണെങ്കിൽ ഇത്രയും ടൈമൊക്കെ ഇരിക്കാൻ കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കുറേ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആമുട്ടനും കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു. എന്നാലും കുഞ്ഞിതായിട്ട് കലമ്പ് കാണിച്ചു തുടങ്ങി. കാരണം ആൾ കളിക്കുന്ന സമയമൊക്കെ ഫുൾ ടൈം വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ആൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നിരുന്നാലും ട്രിപ്പിൽ അവൾ ഓക്കെ ആയിരുന്നു. ഈ തുരങ്കം കഴിഞ്ഞത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് തുരങ്കം ഉള്ളത്.
ഫൈനലി നമ്മൾ നമ്മുടെ ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റുകളും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റുകളൊക്കെ കടന്നാണ് നമ്മൾ ഗോവയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 16-17 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഗോവയിലെത്തിയത്. ഗോവയിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 22ഓളം ബീച്ചുകൾ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് ആ സ്ഥലം പോകും ഈ സ്ഥലം പോകുന്നില്ല, സ്ഥലങ്ങളില്ല എന്നല്ല, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോവ. അല്ലാതെ അത് കാണാൻ പോകണം ഇത് കാണാൻ പോകണം അങ്ങനെയൊന്നുമില്ല. ശരിക്കും വൈബ് പ്ലേസാണ്. പ്രത്യേകിച്ച് കപ്പിൾസിനാണെങ്കിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ചില്ലാവാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ ഗോവ എന്ന് പറയുന്നത്. ഈ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ്. അങ്ങനെ നമ്മുടെ ഗോവയുടെ ട്രിപ്പിന്റെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചർച്ചായിരുന്നു. ഇവിടുന്ന് തുടങ്ങാണ് നമ്മുടെ ഗോവൻ വിശേഷങ്ങൾ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗോവയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലമാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഈ ചർച്ചിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കത്തീഡ്രൽ ചർച്ചുണ്ട്. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 500 വർഷം പഴക്കമുള്ള പുണ്യാളൻ്റെ അഴുകാത്ത ശരീരമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്യാമറയൊന്നും ഉള്ളിൽ അലൗഡ് അല്ല. സെക്യൂരിറ്റി ഗാർഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ പുറത്തുകൂടെ നമുക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റും. വലിയൊരു പള്ളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 500 വർഷം പഴക്കമുള്ള വലിയൊരു പള്ളിയാണ്. പുണ്യാളുടെ രൂപം നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന രീതിയിലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അതിനോട് ചേർന്നിട്ട് കുറേ ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിലൊക്കെ അവിടെ ഷോപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് എടുത്തു. നിങ്ങൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് പോയോ. നമ്മൾ രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. റൂം ഞാൻ ഈവനിങ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ തന്നെ നമ്മുടെ ചർച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ചർച്ചിലൊക്കെ പോയി പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയി. അപ്പോൾ ഈവനിങ്ങിൽ ബീച്ചിൽ പോകാൻ സൂപ്പറല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പിന്നെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിയായിരുന്നു. സൂപ്പർ ബീച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പാരച്ചൂട്ടാണെങ്കിലും ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കവിടെ എന്താ പറയുക പൈസ അടച്ചിട്ട് ഈ റൈഡുകളിലൊക്കെ കയറാൻ പറ്റും. നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കാരണം നമ്മുടെ ഗോവയിൽ ഏകദേശം 22 ബീച്ചുണ്ട്. ഈ ബീച്ച് എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. കൊൽവ ബീച്ച് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൊൽവ ബീച്ചിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തതും. അപ്പോൾ രാത്രിയിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ സൂപ്പറല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റൂം ഇവിടെ എടുത്തത്. നമ്മുടെ ഈ കൊൽവ ബീച്ച് എന്നാണ് ഈ ബീച്ചിനെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കൊൽവയാണോ കൊൾവയാണോ, ഞങ്ങൾ കൊഴുവ ബീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റൈഡുകളൊക്കെ കാണാൻ പോയി. പിന്നെ അതുപോലെ തായ്ലൻഡ് വീഡിയോസിൽ എപ്പോഴും കാണാറുണ്ട് ഹെയറിൽ ഇങ്ങനെ അവർ ത്രെഡ് വെച്ചിട്ട് കെട്ടിത്തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് കെട്ടിത്തരാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു മുടിയിൽ ഇങ്ങനെ കെട്ടുന്നതിന് 100 രൂപയാണ്. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് സെറ്റാക്കാം. ഞാൻ 100 രൂപയ്ക്ക് 2 കെട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എല്ലാത്തിനോടും എനിക്കൊരു ആർത്തിയും പ്രശ്നമുണ്ടല്ലോ. അതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്കിത് മടുത്തു, വേണ്ട കളയാന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നീ വലിയ ആഗ്രഹിച്ച് കെട്ടിയില്ല, കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിവേ എല്ലാവരുടെ തലയിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗോവ ട്രിപ്പ് കഴിയുന്നവരെ തലയിലിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാത്ത് ചെയ്താലോ ഹെയർ കോംബ് ചെയ്താലോ ഒന്നും ഇത് പോവില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേ റൈഡുകളുണ്ട്. നമ്മുടെ ഈ ബീച്ചിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈഡുകളുണ്ട്. ഈ കാണുന്ന വലിയ വലിയ റേറ്റ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, നമുക്ക് ബാർഗെയിൻ ചെയ്ത് കുറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ 300 എന്നുള്ളത് 150 ആക്കാൻ പറ്റും. അതുപോലെ എന്താ നമുക്ക് പെഡൽ ബോട്ടിൽ പോവാം, സ്പീഡ് ബോട്ടിൽ പോവാം, പാരച്യൂട്ട് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. റൈഡുകളെല്ലാം സൂപ്പറാണ്. അതിനിടെ നമ്മുടെ ആമ്പട്ടൻ കുറച്ചൊക്കെ ഉറങ്ങിയെങ്കിലും ഞാൻ പിന്നെയും കുത്തി വിളിച്ച് എഴുതിയപ്പിച്ചത് ആ വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആമ്പട്ടനെ പുറത്തേക്ക് ഇറക്കി. ആമ്പട്ടൻ്റെ ആദ്യത്തെ ബീച്ച് കാണലല്ല, നമ്മുടെ ആമ്പട്ടൻ സ്നേഹതീരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആമ്പട്ടനെ ഞാൻ ഈ സ്പെക്സൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നോക്കിയെങ്കിലും കുട്ടി വലിയ അലമ്പ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ സ്പെക്സ് മാറ്റി. പിന്നെ നമ്മളെല്ലാവരുടെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജോബിൻ ചേട്ടൻ എന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്ന്, ഭയങ്കര ചിരിയുടെ ബഹളമായിരുന്നു. കണ്ട റൈഡുകൾ നിങ്ങൾ കണ്ടു, പക്ഷേ എനിക്കെല്ലാം പേടിയാവും കഴിച്ചതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആ ഭാഗത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതാ ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീച്ചിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. നൈറ്റ് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടേക്കാണ് വന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നോർമൽ ഡ്രസ്സസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഫുഡിനാണെങ്കിലും ഷോപ്പിങ്ങിനും നല്ല റേറ്റ് തരുന്ന, ഭയങ്കര റേറ്റ് തന്നെയായിരുന്നു. എനിവേ ബീച്ചും അതുപോലെ തന്നെ ഗോവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ ആ സൂര്യാസ്തമയാണ് നിങ്ങൾ കാണുന്നത്. നല്ല രസമല്ലേ, ഇനി സൂര്യൻ ഇങ്ങനെ താഴ്ന്ന് പോകും. പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സൂര്യാസ്തമയം കാണുന്നത്. പക്ഷേ എന്ന് ബീച്ച് ചെന്നാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവാറില്ല ഗൈസ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിനൊക്കെ നല്ല റേറ്റ് തന്നെയാണ്. പിന്നെ ബാർഗെയിൻ ചെയ്താലൊന്നും അവർ കുറയ്ക്കില്ല കേട്ടോ, ഭയങ്കര റേറ്റ്. ഗോവയിൽ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റാണ്. അപ്പം ഞാൻ ദേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആമുട്ടനെയും കൊണ്ട് കുറച്ച് നേരമൊക്കെ ഇവിടെ നടന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, ഡിന്നർ കഴിക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആൽക്കഹോൾ എവിടെയും കിട്ടും. നമ്മളിവിടെ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലും കുറേ കുഞ്ഞു ഷോപ്പുകളിലും എന്താ പറയുക, നമ്മുടെ അടുത്ത വളയും മാലയും കമ്മലും മിഠായി കടയും പോലെയാണ് ഇവിടെ നിറയെ ഷോപ്പുകൾ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ അതിന് നല്ല ചീപ്പ് റേറ്റാണ് കേട്ടോ. അല്ലാണ്ട് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോവയ്ക്കല്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബീച്ചിൽ അടിച്ച് പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഫുൾ ഷോപ്പ് ചെയ്യാനുണ്ട്. കുറേ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിന്നർ കഴിക്കണം. അപ്പം നൈറ്റ് നമ്മുടെ ഗോവയിലെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ പബ്ബിലേക്ക് പോകുന്നുണ്ട്. പബ്ബിലേക്ക് പോകുന്ന ഞാനും ജോൺചാട്ടനും പിക്കും മാത്രമേ പോകുന്നുള്ളൂ. ആമുട്ടനും പപ്പയൊന്നും വരുന്നില്ല. നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല. ചില്ലെന്ന് പറഞ്ഞാൽ വൈബായിരുന്നു. നമ്മൾ അടിച്ച് പൊളിച്ചു പബ്ബിൽ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റയിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പിക്കുവിൻ്റെ ഫോൺ മാത്രമേ എടുത്തിട്ട്, ഞങ്ങളൊന്നും ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. കിഡ്ലനായിട്ട് ഞങ്ങളത് അടിച്ച് പൊളിച്ചു കേട്ടോ. ഗോവൻ ട്രിപ്പിൽ മറക്കാനാവാത്തൊരു മെമ്മറി ആയിരുന്നു. എനിവേ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പബ്ബിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, കേരള ഫുഡ് തപ്പി കുറേ നടന്നെങ്കിലും കിട്ടിയില്ല. മമ്മി മാത്രം ഫൈനലി
തറവാടോ ഐ തിങ്ക് തറവാടാന്ന് തോന്നുന്നു. തറവാട് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി മമ്മി ഫുഡ് കഴിച്ചു. ഞങ്ങൾ നോർമലി ഒരു ഫ്രൈഡ് റൈസും സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൽക്കഹോളൊക്കെ കിട്ടും. കാരണം ചീപ്പ് റേറ്റിനാണ് കിട്ടുന്നത്. നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. നമുക്ക് മെയിൻ ടാക്സ് ഉള്ളതുകൊണ്ടാണ് ഓവർ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കടകൾ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള ചെറിയ വളമാല കട പോലെ തന്നെ ചീപ്പായിട്ട് എല്ലാ കടകളിലും ഉണ്ട്. അങ്ങനെ നല്ല കുട്ടികളായി ഞങ്ങൾ കോള മാത്രമേ കുടിച്ചുള്ളൂ. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു അടിപൊളി ബീച്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അടിച്ച് പൊളിക്കാമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊന്നും അധികം എടുത്തില്ല. ഞങ്ങൾ സൂപ്പറായിട്ട് അടിച്ച് പൊളിക്കുകയാണ്. അവിടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി. പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ പോയിട്ടുള്ള വീഡിയോസും കൂടി കണ്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിലെ വീഡിയോസ് എന്തൊക്കെയാണെന്ന് കാണാം. നമ്മൾ ഓൾറെഡി വീഡിയോ കണ്ടതാണ്. അതിനു മുമ്പ് ഞാൻ തലേദിവസം ഇൻട്രോ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് ജസ്റ്റ് ഈ ഇൻട്രോ ഇതിലൂടെ ആഡ് ചെയ്തു എന്നുള്ളൂ. നമ്മളിനി പോകുന്ന ഒരു അടിപൊളി ഫാമിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫെനി മേക്ക് ചെയ്യണത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുരുമുളക്, കാപ്പി അങ്ങനെ സ്പൈസസ് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു ഫാമാണ്. നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മുടെ ഫെനി മേക്ക് ചെയ്യുന്നിടത്തേക്കാണ് വന്നത്. ഒരു ഫാമാണ് കേട്ടോ. ഇവിടെ ലഞ്ചും അതുപോലെ തന്നെ നമുക്ക് ഫെനി പർച്ചേസ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ കുറേ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫാമാണ്. പക്ഷേ ആഫ്റ്റർനൂണാണ് ഇവിടെ മേക്കിങ്. അതായത് നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പോൾ എന്തായാലും കണ്ടു കഴിയുമ്പോൾ 2 hour 3 hour എടുക്കും. അപ്പോൾ അത് ഈവനിങ് ടൈമിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വരുന്ന ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യുക. പത്ത് വന്നിരിക്കുന്നത് ശാന്ത ദുർഗ ടെമ്പിളിലാണ്. നമ്മുടെ ഗോവയിലെ മറ്റൊരു അടിപൊളി ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാം. അതുപോലെ തന്നെ ടെമ്പിളിന് ചുറ്റും നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് നമ്മുടെ ശാന്ത ദുർഗ ടെമ്പിൾ. ഈ ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഷോർട്സ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോംചാണനും പപ്പയും കയറിയില്ല. ഞാനും പിക്കും മമ്മിയും നമ്മുടെ ആമുട്ടനുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വഴിയിൽ കിട്ടുന്ന ഷോപ്പുണ്ട്. വുഡ് കൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സാധനങ്ങൾ വാങ്ങാൻ വന്നാണ് കേട്ടോ. കാണുന്നത് നമ്മുടെ തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇതൊന്നും വാങ്ങിച്ചില്ല. അതായിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു അടിപൊളി കുളമുണ്ട് ഫ്രണ്ടിലേക്ക് കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല കാമായിട്ട് അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു കുളം കാണാൻ പറ്റും. നല്ലൊരു ട്രഡീഷണൽ രീതിയിൽ സെൻറ്ററിൽ ഇങ്ങനെ തുളസിത്തറയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കുളമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ പൂമാലകളും താലൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേർച്ചയായിട്ട് അമ്പലത്തിൽ അത് സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പൂജയ്ക്കുള്ള താലും അതുപോലെ തന്നെ മാലകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ഇവിടെ ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അമ്പലത്തിനുള്ളിലേക്ക് ജോബിൻ ചേട്ടനും പപ്പയും കയറിയില്ല. നമ്മൾ മാത്രമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കിടിലൻ അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ പുറത്തൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഉള്ളിൽ കയറുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു സാരിയുടെ ഷോപ്പിങ്ങിൻ്റെ കടയുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് സാരി ഷോപ്പ് ചെയ്യാം. 6,000 7,000 ആണ് സ്റ്റാർട്ടിങ് തന്നെ. പക്ഷേ 1,000 റേഞ്ചുള്ള സാരീസിനൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് അമ്പലത്തിനുള്ളിൽ കയറി. പിന്നെ അമ്പലത്തിനുള്ളിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചേരം അതൊക്കെ നോക്കിയിരുന്നു. ഫോറിനേഴ്സിനെ പോലുള്ള ആൾക്കാരാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന സാരികളാണ് കേട്ടോ. എനിക്ക് വലിയ റേറ്റൊന്നും തോന്നിയില്ല. പക്ഷെ അവിടെ ഭയങ്കര റേറ്റാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അമ്പലത്തിനോട് ചേർന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട്. ക്യാൻറ്റീനിൽ പോകുമ്പോഴും നമ്മൾ ചപ്പൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങളിത് ആ ക്യാൻറ്റീനിൽ ചെന്ന് പപ്പയൊക്കെ ഒരു ഉപ്പുമാവ് അതുപോലെ തന്നെ ചായ പിന്നെ അതുപോലെ തന്നെ മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടിൻ കോഫിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എനിക്ക് വന്ന കോഫിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോൺ വെജുകളൊന്നുമില്ല കേട്ടോ. വെജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായിട്ട് ഞാൻ പറയില്ലേ അമ്പലത്തിനോട് ചേർന്ന കടയിൽ അവിടെ കുറേ വുഡിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ 2-3 എണ്ണമൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ വേറൊരു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ഇതും നല്ല രസമുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് പോവാട്ടോ. ഞാൻ കുറച്ച് ദൂരം പോയിട്ട് ഞാൻ പിന്നെ എനിക്ക് മെയിൻ ഷോപ്പിംഗ് ആണുള്ള പരിപാടി. ഷോപ്പിങ്ങിനൊക്കെ പോയി ജോൺ ചേട്ടനാണ് ഉള്ളിൽ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു മുണ്ട് റെൻറ്റിന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 20 രൂപ കൊടുത്ത് നമുക്ക് മുണ്ട് റെൻറ്റിന് എടുക്കാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ജോൺ ചേട്ടൻ ഇവിടെ ചെന്നപ്പോൾ മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇത് സാധാരണ ഒരു അമ്പലമാണ്. പിന്നെ ഇതിനോട് ചേർന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരാണ് സ്കൂളിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 12 മണി വരെയാണ് കേട്ടോ സ്കൂളുകളിൽ. നമ്മുടെ അടുത്ത പോലെ 4 മണി വരെ ഒന്നുമില്ല. അങ്ങനെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെയും ഷോപ്പിങ്ങിന് പറ്റിയ കുറേ കിടിലൻ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ വാരി പെറുക്കി വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിൽ കുറേ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എല്ലാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ചേച്ചിമാരിങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, താലൊക്കെ. അപ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് അത് പൂജ ചെയ്യണമെങ്കിൽ കൊടുക്കാം. നമുക്ക് പിന്നെ അന്ന് അറിയാത്തതുകൊണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല.
ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി. ഞാൻ പൊറോട്ടയാണ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ അരി ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല. എന്നെപ്പോലെ തന്നെ മമ്മിയും കഴിച്ചില്ല. ബാക്കി എല്ലാവരും താലി, വെജ് താലി എന്നാണ് പറയണത്. അതുപോലെ ഫിഷ് താലിയുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ വെജ് താലി. ജോൺ ചേട്ടനും വെജ് താലി തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അപ്പം ഞാനും മാമുട്ടനും ആയിരുന്നു കേട്ടോ. ഭയങ്കര കളിയായിരുന്നു മാമുട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കൂടി പോവുകയാണ്. പിന്നെ നമ്മൾ ശരിക്കും നൈറ്റൊക്കെ കിഡ്ലൻ വൈബ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തില്ല. ശരിക്കും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു വൈബല്ല അവിടെ. നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിലുള്ളൂ. അങ്ങനെ നമ്മളിതാ മറ്റൊരു ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീച്ചിലും കൂടി പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവും. അപ്പോൾ ഈ ബീച്ചിലേക്ക് നമുക്ക് പോവാം. Works. Yeah, one of his workmates, a man he works with from Kerala. Where? Oh, Where is he? Actually, where is his place? He's in the UK. Okay. And he UK. works with him. It's Okay. Mallu guy കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. Okay. You come to the UK and you'll feel like you're at home. Okay. Anyway, Okay, meet bye. again. Nice to see you. Have a lovely holiday. Okay, thank you. Nice to see you. Bye. You're from Switzerland. Switzerland? Are you from India? Yeah. I'm from India. Kerala. It's God's own country. Kerala. Yeah. Yes. Where there once? Ah. Headquarters. With the boats. Where? Alapura. Alapura. Houseboat. Houseboat, yeah. Alapura. Yes. Nice place. Kerala is a good place. Kerala, Kochi. Kochi, yeah. Uh, Trivandrum. We are from Thrissur. Kanyakumari. Kanyakumari, yeah. Kanyakumari is not Kerala. It's Tamil Nadu. Yeah. We were coming from Tamil Nadu to Kerala, then to the south. Oh, nice. You're from France. അപ്പോൾ നമ്മുടെ ഗോവൻ ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോണ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന്റെ അടുത്ത് നമ്മുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്നെ പറ്റുകയാണെങ്കിൽ മറ്റു നടന്മാര് ഏജ് ഗസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ ധാരാളം ഫോറിനേഴ്സ് വരുന്നുണ്ട്. അതെ. അപ്പോൾ എത്ര ആൾക്കാർക്ക് നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ അറിയുമെന്ന് നോക്കാം. അവരുടെ ഏജ് കാര്യങ്ങളെല്ലാം ഗസ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ. Is maybe 52. 52. Yeah. One more chance. One more chance. Okay. You know this person? No, I guess It's a famous Indian actor. Okay. I would say, well, still
black hair. 58. No, No. it's 74. What? 73. 74. 73. On this picture. Yeah. Yes. Unbelievable. He's our famous actor. What is he Mammootty. eating? What kind of vitamin? This is not editing. No, It's not it's editing. real. It's a real pig. Real pig. 73. 73. Oh, cool. Please guess this person age. So the second and last one. Huh? Ah, yes. Yeah. 75. Oh, No, Oh, okay, completely wrong. 63. 63. Yeah, it's a famous actor, Mohanlal. As well. And Okay. Shah Rukh Khan is how old? Yeah. Shah Rukh Khan? Shah Rukh Khan. Yeah. Oh no. It's It's more a than Mohanlal. 70? It's more than 70. Yeah, it's same age. Huh? 70? We will give you a small challenge. You can guess this person's age. Age? You know this person? No. He's a Indian Malayalam actor. famous actor. Please guess the age. Guess his age. Ah, yes. Yeah. 46. 46. No, no. One more chance. Last chance. 37. No. How old is he? 73. No. Yes. It's a Mohanlal. It's an Indian actor. Okay. Guess the age. 68. No. Wrong way. 52. No. How old? 64. Oh, it's close. Close. Okay, thank you for the part of the game. England. England. How many days for the Only 3 or 4 days. 4 days? Oh, just vacation. We're back. ഹലോ ഗൈഡ്സ്, അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഏകദേശം ഒരു 14.5 മണിക്കൂറുണ്ട് തൃശ്ശൂർക്ക്, ഗോവയിൽ നിന്ന്. അപ്പോൾ ട്രിപ്പൊക്കെ ഏകദേശം അടിച്ചു പൊളിച്ചു. എന്നാലും പറയത്തൊക്കെ കാണാനായിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ബീച്ചും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ കള്ളു കുടിക്കുന്നവർക്ക് കുടിക്കാം, അതൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടും. അതൊക്കെ തന്നെയുള്ള ബെനിഫിറ്റ്. പിന്നെ നമ്മളെ പോലുള്ള മദ്യപിക്കാത്ത ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒന്നും പ്രത്യേകിച്ചില്ല. നമുക്കിപ്പോൾ ബീച്ച് കാണണമെങ്കിൽ സ്നേഹതീരോ ചെറായോ അവിടെ എവിടെയൊക്കെ പോയാൽ മതി. പ്രതീക്ഷിച്ച ഒരു വൈബ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇവര് തന്ത വൈബ്സ് കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ. അല്ല ഡാഡി? ഡാഡി എൻജോയ് ചെയ്തോ? മസാജിങ് ചെയ്തു. അമ്മ മസാജ് ചെയ്ത് കൊടുത്തു എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഗായ്സ്, നമ്മളിതാ ഇപ്പോൾ ഉടുപ്പി എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നാളെ മോർണിംഗോട് കൂടിയാണ് വീട്ടിലെത്തുള്ളൂ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആവും തോന്നുന്നു. ഇനിയും ഒരു 10 ഹവേഴ്സിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം നോൺ വെജാണ്. എല്ലാവർക്കും നോമ്പാണ്. എനിക്ക് ജോബിൻ ചേട്ടന് മാത്രമേ നോമ്പില്ലാത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ വെജിറ്റേറിയൻ ഷോപ്പിലേക്കാണ് പോണത്. ഇനി ഇവിടെ ഫുഡ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഗോവൻ ബ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.